പള്ളിത്തർക്ക കേസിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി 6 പള്ളികളുടെ ഭരണനിർവഹണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികളുടെ കാര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങൾ സ്വാതി നൽകും. സ്വാതി, എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ബിനു, ഈ പള്ളിത്തർക്ക കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായകമായ ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് 6 പള്ളികളുടെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിൽ ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ പള്ളികൾ കൈമാറണമെന്ന് സുപ്രീം കോടതി വീണ്ടും നിർദ്ദേശിച്ചു. അതായത് യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികളുടെ കാര്യത്തിലാണ് സുപ്രീം കോടതി നിർദ്ദേശം. ഇങ്ങനെ പള്ളികൾ കൈമാറുമ്പോൾ ഈ സെമിത്തേരി അടക്കമുള്ള മറ്റ് സൗകര്യങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെയും എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതും ഒരുപോലെ എല്ലാ വിഭാഗങ്ങൾക്കും നൽകണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഇത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെയും പൂർത്തിയാക്കി ഇതിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടി ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പള്ളികൾ കൈമാറുന്ന കാര്യത്തിൽ 6 മാസം കാലാവധി വേണമെന്നൊരു ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഇതൊരു പോലീസ് നടപടിയെല്ലാം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സത്യവാങ്മൂലവും പരിശോധിച്ച കോടതിയാണ് ഉടൻ തന്നെ ഈ പള്ളി ഇത്തരത്തിൽ വിട്ടു നൽകാൻ യാക്കോബായ സഭ തയ്യാറാകണം, അത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ കേസ് വീണ്ടും പരിഗണിക്കും. വളരെ സൗഹൃദപരമായി ഈ പ്രശ്നം തീർക്കണമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് നല്ലൊരു ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകരുതെന്ന ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനു.